അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിൽ 1 വർഷം നീണ്ടുനിന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. ഡീൻ കുര്യാക്കോസ് എം പി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിർമ്മല മെഡിക്കൽ സെന്ററിൽ 1 വർഷം നീണ്ടുനിന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. ഡീൻ കുര്യാക്കോസ് എം പി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ ചികിത്സാ രംഗത്ത് നിർമ്മല മെഡിക്കൽ സെന്റർ നൽകിയ സമഗ്ര സംഭാവനകൾ നാടിന് ഏറെ മുതൽക്കൂട്ടാണെന്ന് എം പി പറഞ്ഞു. നമ്മുടെ മുൻപിലെത്തുന്ന രോഗികളെ നല്ല വിധത്തിൽ ചികിത്സിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം പരിണിത ഫലം അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു വശത്ത് സാധാരണക്കാരായ ആളുകൾക്ക് അത് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മുൻപിലാണ് നിർമ്മല മെഡിക്കൽ സെന്ററിനെ പോലെയുള്ള ആശുപത്രികളുടെ ഏറ്റവും വലിയതായ ആവശ്യകതകൾ അന്നും ഇന്നും എന്നും നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഇവിടെയാണ് സാധാരണക്കാർക്ക് വരാൻ പറ്റുക. ഇവിടെയാണ് ഏതെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് വിശ്വസിച്ച് കടന്നു വരാൻ പറ്റുന്നത് എന്നുള്ളത് പറയാതെ വയ്യ എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെ ഞാൻ അടിവരയിടും. അപ്പോൾ ഈ അവസരത്തിൽ ഇക്കാലം അത്രയും 25 വർഷക്കാലം ഈ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ തൊഴിലാളികൾ, കർഷകർ, സമസ്ത മേഖലയിലുമുള്ള ആളുകൾ അവരൊക്കെ ഈ ആശുപത്രിയിൽ വന്ന് ഈ ഇവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അവർ പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അവിടെ ഈ ആശുപത്രിയുടെ യഥാർത്ഥ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നു. അതിൻ്റേതായ നിലയിൽ അതിൻ്റെ ഗുണഫലങ്ങൾ നാടിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നാടിൻ്റെ പേരിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വിശിഷ്ട സേവനം നൽകിയ നിർമ്മല മെഡിക്കൽ സെൻ്ററിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും ഇവിടെ ജോലി ചെയ്തിട്ടുള്ള ആളുകൾ, മാനേജ്മെൻറ്റ്, സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ആശംസകൾ, നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. സൗജന്യമായി നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽ ദാനം എമരിറ്റൂസ് മാർ ജോർജ് പുന്നക്കൂട്ടിൽ നിർവഹിച്ചു. നവീകരിച്ച ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി നിർവഹിച്ചു. രാത്രി വയറുവേദന വന്നപ്പോൾ പാതിരാത്രിയാണ്, ഞാൻ തന്നെ വണ്ടി ഓടിച്ച് അവനുമായിട്ട് ഈ ആശുപത്രിയിൽ വന്നു. സിസ്റ്ററെ വിളിച്ച് ഞാൻ പറഞ്ഞു, എനിക്കൊരു ആവശ്യമുണ്ട്, മോന് പെട്ടെന്നൊരു വയറുവേദന വന്നു എന്ന് പറഞ്ഞു. വന്നപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഒരു വയറുവേദന എന്ന് കരുതി എന്നോട് ഒരു ടെസ്റ്റും ഇല്ലാതെ, ഞാൻ ഡോക്ടറുടെ പേര് ഓർക്കുന്നില്ല, കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ജസ്റ്റ് അവനെ ഒന്ന് നോക്കി, ഒരു പ്രാഥമികമായിട്ടുള്ളൊരു പരിശോധന മാത്രം. അപ്പം എൻ്റെ അടുത്ത് ഒറ്റ വാക്കിൽ പറഞ്ഞു, ഒരു ടെസ്റ്റ് പോലും ചെയ്തില്ല, ഞങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞു അപ്പൻഡിസൈറ്റിസ് ആണ്, അത് ഏറ്റവും മൂർധന്യാവസ്ഥയിലാണ് നിൽക്കുന്നത്, ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് പറഞ്ഞു. രാത്രി 11 മണി 11:30 ആയിട്ടുണ്ടാവും. അപ്പോൾ തനിച്ച് നിന്നിരുന്ന എനിക്കൊരു വലിയ എന്താണ് പറഞ്ഞത്, എന്താ ചെയ്യേണ്ടത്, തന്നെയുള്ള കൊച്ചിനെയായിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എല്ലാ സഹായങ്ങളും ചെയ്ത ഈ ഒരു ഹോസ്പിറ്റൽ ടീം ഉണ്ടായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു ടെസ്റ്റ് പോലും ഇല്ലാതെ കണ്ട് പെട്ടെന്ന് തന്നെ അത് റെക്കഗ്നൈസ് ചെയ്തു എന്നുള്ളത് എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തി. സിസ്റ്റർ ജെസ്സിയെ വിളിച്ചത് പറയുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും മൂവാറ്റുപുഴ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ കൂടി യശസ് ഉയർത്തുന്ന രീതിയിലാണ് ഈ ആതുരാലയം നിലനിൽക്കുന്നതെന്ന് ഏറെ അഭിമാനത്തോടു കൂടി പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മെർലിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, രൂപത വികാരി ജനറൽ പയസ് മലേക്കണ്ടത്തിൽ, മൂവാറ്റുപുഴ ഹോളിമാഗി ഫൊഡോനപ്പള്ളി വികാരി ഫാദർ മാനുവൽ പിച്ചളക്കാട്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, വൈസ് ചെയർപേഴ്സൺ അബ്ദുൾ സലാം, നഗരസഭാംഗം S മജീദ്, മുൻ അംഗം അബ്ദുൾ സലാം, ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജെസി ജോസ്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജസ്ലിൻ, മുൻ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജോവിയറ്റ്, മെഡിക്കൽ സൂപ്രണ്ട് സിസ്റ്റർ ഡോക്ടർ തെരേസ്, ഡെൻകെയർ മാനേജിംഗ് ഡയറക്ടർ ജോൺ കുര്യാക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.